ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും GK PCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന സെഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ്, എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ശരി ഉത്തരം താലോലം പദ്ധതി. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സൗജന്യ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ശരി ഉത്തരം ആരോഗ്യ കിരണം പദ്ധതി. മുഴുവൻ സമയം പരിചരണം ആവശ്യമായിട്ടുള്ളവരെ പരിചരിക്കുന്നവർക്കുള്ള മാസ ധനസഹായം ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം ആശ്വാസകിരണം പദ്ധതി. ആരോഗ്യ സേവനങ്ങൾ എല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം സ്നേഹ. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണ്? ശരി ഉത്തരം സ്നേഹക്കൂട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം സ്നേഹസ്വാന്തനം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം സ്നേഹസ്പർശം. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയോ മറ്റൊരാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നാൽ അവർക്ക് വേണ്ടി പഠനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം സ്നേഹപൂർവം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം സനാഥ ബാല്യം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ഏതാണ്? ശരി ഉത്തരം ബാലമുകുളം. 5 വയസ്സിൽ താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് ക്ലോക്ലിയ ഇംപ്ലാന്റേഷനിലൂടെ കേൾവി ശക്തി പൂർണ്ണമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം ശ്രുതി തരംഗം. ക്ലോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ശരി ഉത്തരം ധ്വനി. കുട്ടികളിലെ ശ്രവണ വൈകല്യം കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പും സാമൂഹ്യ വകുപ്പും സംയുക്തമായി നടത്തുന്ന പദ്ധതി ഏതാണ്? ശരി ഉത്തരം കാതോരം. ജന്മന ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ശരി ഉത്തരം ഹൃദ്യം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരി ഉത്തരം ശലഭം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ പദ്ധതി ഏതാണ്? ശരി ഉത്തരം ഉണർവ്. വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള
സമഗ്ര ആരോഗ്യ കായിക പരിപോഷണ പദ്ധതി ഏതാണ്? ശരിയുത്തരം ഹെൽത്തി കിഡ്സ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുമായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരിയുത്തരം നേർവഴി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ശരിയുത്തരം വിദ്യാജ്യോതി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? ശരിയുത്തരം വിദ്യാതീരം. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയും കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ശരിയുത്തരം വിദ്യാശ്രീ. കുട്ടികളിൽ ഉണ്ടാവുന്ന ഓൺലൈൻ അഡിക്ഷൻ മാറ്റുന്നതിനായി അവർക്ക് ആവശ്യമായിട്ടുള്ള അവബോധവും കൗൺസിലിങ്ങും നിയമസഹായവും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ശരിയുത്തരം കൂട്ട്. സംസ്ഥാനത്ത് 8 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ശരിയുത്തരം സ്പ്ലാഷ്. നാലിനും 18 ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ പാഠ്യേതര കലാ സാംസ്കാരിക ശാസ്ത്ര സാമൂഹിക മേഖലകളിൽ താൽപ്പര്യം വളർത്താൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ശരിയുത്തരം ബാലകേരളം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതി ഏതാണ്? ശരിയുത്തരം മിഴി. അപ്പം ഫ്രണ്ട്സ്, ഇതിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 100ലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇന്ന് തന്നെ നമ്മൾക്കത് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം കണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ GKPSC ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. അത് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കളിച്ച് നോക്കാം. എത്ര ശരിയുത്തരം നിങ്ങൾക്ക് കിട്ടും നോക്കാം. അതുപോലെ തന്നെ അതിൽ ഏകദേശം 5 ലക്ഷത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 1 ലക്ഷത്തോളം ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അല്ലാതെ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസും കൂട്ടി ഏകദേശം 5 ലക്ഷത്തിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ GKPSC ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ചായി. എന്നിരുന്നാലും കുറേ കാലം ഞാൻ ഈ GKPSCയുടെ കൃത്യമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് ഈ ചാനൽ ഡെഡ് എന്ന് പറയുന്ന സിറ്റുവേഷനിലാണുള്ളത്. അപ്പം ഈ ചാനലിൽ തന്നെ വീഡിയോസ് ഇനിയിട്ട് കണ്ടിന്യൂ ചെയ്യണോ അതല്ല പുതുതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന വീഡിയോസിന് കിട്ടുന്ന ലൈക്കും കമൻറ്റും അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ തീരുമാനം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.